ഉത്തർപ്രദേശ് ഗ്രേറ്റർ നോയിഡയിലെ സ്ത്രീധന കൊലപാതകത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടി പോലീസ്. മുഖ്യപ്രതി വിപിൻ ഭാട്ടിയയുടെ സഹോദരൻ രോഹിത് ഭാട്ടിയെയും പിതാവ് സത്യവീറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വിപിൻ ഭാട്ടിയെയും അമ്മ ദയയെയും പോലീസ് നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഭർത്തൃ വീട്ടുകാരുടെ ഗൂഢാലോചനയാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് നിക്കിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഗ്രേറ്റർ നോയിഡയിലെ സിർസ ജില്ലയിൽ വ്യാഴാഴ്ചയാണ് നിക്കി എന്ന യുവതിയെ സ്ത്രീധനത്തിന്റെ പേരിൽ അതിക്രൂരമായി തീ കൊളുത്തിക്കൊന്നത്. സ്ത്രീധനത്തുകയായ 36 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് നിക്കിയെ ഭർത്താവ് വിപിൻ ഭാട്ടിയും വീട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്തിയത്. തന്റെ അച്ഛനും മുത്തശ്ശിയും ചേർന്നാണ് അമ്മയെ കൊന്നതെന്ന് ക്രൂരകൃത്യത്തിന് സാക്ഷിയായ നിക്കിയുടെ ഇളയ മകൻ പോലീസിനോട് പറഞ്ഞിരുന്നു. മകന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യപ്രതിയായ വിപിൻ ഭാട്ടിയെയും അമ്മ ദയാ ഭാട്ടിയെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ വിപിൻ ഭാട്ടിയുടെ സഹോദരൻ രോഹിത് ഭാട്ടി, പിതാവ് സത്യവീർ ഭാട്ടി എന്നിവരെയാണ് ഇന്ന് പിടികൂടിയത്. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ മുഖ്യപ്രതി വിപിൻ ഭാട്ടിയെ പോലീസ് വെടിവെച്ചിരുന്നു. പരിക്കേറ്റ വിപിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് സ്വാഭാവികമാണെന്നും നിക്കി ആത്മഹത്യ ചെയ്തതാണെന്നും വിപിൻ പറഞ്ഞു. मियाँ बीवी में हर जगह लड़ाई होती रहती है, ये कोई आम बात नहीं है। अच्छा और वो अपने आप लगाई? बस मुझे और कुछ नहीं पता ना। पछतावा है? नहीं, हाँ बहुत पछतावा है। 2016 നിക്കിയുടെയും വിപിന്റെയും വിവാഹം. നിക്കിയുടെ സഹോദരി കാഞ്ചനും വിപിന്റെ സഹോദരനുമായുള്ള വിവാഹവും അപ്പോൾ തന്നെ നടന്നു. വിവാഹം കഴിഞ്ഞ് 6 മാസം മുതൽ തന്നെ താനും നിക്കിയും സ്ത്രീധന പീഡനം അനുഭവിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഭർത്തൃ വീട്ടുകാർക്കെതിരെ കാഞ്ചനും മൊഴി നൽകിയിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ വിപിന്റെ കുടുംബത്തിന്റെ കൂട്ടായ ഗൂഢാലോചനയാണെന്ന് നിക്കിയുടെ കുടുംബം ആരോപിക്കുന്നു. ക്രൂര കൊലപാതകം നടത്തിയവരെ എല്ലാം വെടിവെച്ച് കൊല്ലണമെന്ന് നിക്കിയുടെ പിതാവ് ബിക്കാരി സിംഗ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ മുഖ്യപ്രതി വിപിൻ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.